ബിജുചേട്ടൻ ആദ്യമേ അത് പറയുമായിരുന്നു, എടാ അതാ പോരടാ, ആ സീൻ അങ്ങനെയല്ലടാ, അത് എന്നോട് പറയും. കഥ തന്നെ അടിച്ചു മാറ്റി കൂടെ ഉണ്ടായിരുന്ന വണ്ടി ഓടിക്കാൻ വന്ന ആൾ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് അവൻ വേറെ പ്രൊഡ്യൂസറേയും ഡയറക്ടറേയും വെച്ച് അത് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റെല്ലാം ചെയ്ത് കാത്തിരുന്ന് ചെന്ന് ആർട്ടിസ്റ്റിനോട് കഥ പറയുമ്പോൾ, എടാ ഈ ഒരു 2 വാക്ക് തിരുത്തിയിട്ട് നീ 3 മാസം കഴിഞ്ഞ് പോകാമെന്ന് പറയും. ആ 3 മാസത്തെ ഒരു കാത്തിരിപ്പ് ഒരു ഭയങ്കര ഒരു നോവാന്നുള്ളത് ഈ ആർട്ടിസ്റ്റിന് അറിയില്ല. ആദിരാത്രി പോലെയുള്ള സിനിമ എന്തായാലും അദ്ദേഹം ഒരു മെഗാ സംവിധായകൻ്റെ പടം കിട്ടിയപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എൻ്റെ തലവരെ മാറി എന്നുള്ള രീതിയിലാണ് നേരത്തെ. പക്ഷെ അതിലെനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ആദ്യം ഒരു സിനിമയിൽ ത്രൂ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെ അവർ പറയുന്ന രീതിയിൽ ഫ്ലെക്സിബിളായിട്ട് പോയി, നമുക്കൊന്ന് ചിന്തിച്ചിട്ടോ ഒന്ന് സ്പീഡ് കുറച്ചിട്ടോ ഇങ്ങനെയൊക്കെ ഇല്ല, അങ്ങനെ പ്രിപ്പറേഷനൊന്നും ഇല്ലെന്ന്. ത്രൂ ഔട്ട് വേഷമായിരുന്നു. ബിജുചേട്ടൻ ഭയങ്കര സപ്പോർട്ടായത്. ഞാനിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു, എടാ മതിയടാ, അത് തന്നെയാടാ, അല്ലേട്ടാ എനിക്ക് ടെൻഷൻ, നീ ഒന്നും മിണ്ടണ്ട, ഇതാണ് നീ ചെയ്യണ എന്നെ സാധനം, നീ വലിയ ഇതൊന്നും കാണിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു തരും. കയ്യിലിട്ട് മുന്നോട്ട് കൂടി പോവാം, പക്ഷേ ഫസ്റ്റ് വിടാൻ കയ്യിലിട്ട വല്ല കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു പേടി, കാരണം അതൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെ പോയി. ഒരടുത്ത് നമ്മളെന്താണോ എല്ലാം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു നടൻ രൂപീകരിക്കപ്പെടുന്നത് കുറേ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും. ഇന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ കഴുത്തൊക്കെ നീട്ടി കോമഡിയെ കാണിച്ച ഇന്ദ്രൻ ചേട്ടൻ ലാസ്റ്റ് ഇപ്പോൾ വന്ന സമയങ്ങളൊക്കെ എത്ര പെർഫെക്റ്റായിട്ട് വളരെ സൈലൻ്റായിട്ട് സീരിയൽ കില്ലറായിട്ടൊക്കെ അഭിനയിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ പെർഫോം ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് അതിനെ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ ഇനി കാണിക്കണം, എന്തൊക്കെ കാണിക്കാൻ പാടില്ല എന്ന് ഇത് എക്സ്പീരിയൻസിലൂടെ കിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു അറിവാണ്. അപ്പോൾ അത് അഭിനയിച്ച് കിട്ടുമ്പോൾ നമ്മൾ ശരിയായി വരും. എന്നോട് അതിൽ ഡയലോഗ് ഇതാണ് ഞാൻ പറഞ്ഞ കിട്ടിയാൽ പോയി ചെയ്യുക. ചിലർ പറയും ചേട്ടാ അതിൽ ഡയലോഗില്ല ഇതില്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, ഓരോ ലൊക്കേഷനും വ്യത്യാസമാണ്, ഓരോ ലൊക്കേഷൻ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ വ്യത്യാസമാണ്. ആ ഒരു ലൊക്കേഷനിൽ നിന്നായിരിക്കും നമുക്ക് അടുത്ത ഒരു ചാൻസിലേക്ക് പോകുന്നത്. അപ്പോൾ പോവാന്നുള്ളതാണ്. അല്ല, വെള്ളിമൂങ്ങയുടെ കൂട്ടൊരു പടമാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത്. ആദ്യരാത്രി ആ രീതി തന്നെയുള്ള ബിജുമേനോനാണ്, എല്ലാ കാസ്റ്റിംഗ് എല്ലാം ഗംഭീരമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിക്കുന്നത് ബിജുചേട്ടൻ ആദ്യമേ അത് പറയുമായിരുന്നു, എടാ പോരടാ, ആ സീൻ അങ്ങനെയല്ലടാ, അത് എന്നോട് പറയും. കാരണം ഒരു കാരാവാനിൽ അതിൽ വേറെ നടന്മാരൊന്നുമില്ല. ഞാൻ 54 ദിവസം ബിജുചേട്ടൻ്റെ കൂടെ ഉണ്ടായി. അപ്പോൾ ഒരു കാരാവൻ്റെ നടുക്ക് ഡോറ് തുറന്നിട്ട് അപ്പുറം ഇപ്പുറം ഞങ്ങളിങ്ങനെ ആയിരുന്നു. അപ്പോൾ എനിക്ക് വലിയ സിനിമാ അനുഭവങ്ങളില്ലെങ്കിലും ബിജുചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂട്ടുകൂടിയിരിക്കണ വേറെ ആരും സംസാരിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. പിന്നെ ഒരു കുഴപ്പം, രാവിലെ ഞാനൊരു പാട്ട് പാടും, എന്തെങ്കിലും ഒരു പാട്ട് വരുമ്പോൾ ഇത് പുള്ളി ഏറ്റ് പിടിച്ചിട്ട് എപ്പോഴും പുള്ളി അത് പാടി വൈകുന്നേരം പിന്നെ കോപ്പ് നീ രാവിലെ ഓരോ തുടങ്ങും. ബാക്കിയുള്ള നല്ല സുഹൃത്താണ്. പക്ഷെ ഞാൻ ഇവരൊന്നും അധികം വിളിക്കാറുമില്ല കേട്ടോ. ബിജുചേട്ടൻ അറിയാം, എനിക്കറിയില്ല. ഇവർക്ക് എന്തെങ്കിലും ഇതുണ്ടാവും, കാരണം പടങ്ങളൊക്കെ നേരത്തെ കമ്മിറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ബന്ധത്തിലോർത്തൊക്കെ കമ്മിറ്റ്മെൻറ്റ് നമുക്കത് അവർ സെലക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല, ഞാൻ പറയും ഇല്ല ചേട്ടാ, ഞാൻ പറയും. വിജയനെ ഇത്രയും പടങ്ങൾ എക്സ്പീരിയൻസാണ് പറയണത്, എൻ്റെ പുതിയ പടമല്ലേ. ഞാനിങ്ങനെയൊക്കെ ഇരുന്ന് ഫീലിങ്സ് സീനുണ്ട്, അതിൽ പറയുന്നുണ്ട്, എന്തോരം കല്യാണം മുടക്കിയ ആളാണ് നിങ്ങൾ ഒരു ബോട്ടിലിരുന്ന്, ഈ ഒരു കല്യാണം നിങ്ങൾക്ക് മുടക്കാൻ പറ്റിയില്ല. അപ്പം ഞാനിത് പറഞ്ഞിങ്ങനെ നോക്കും, എൻ്റെ ഇരിപ്പ് കാണുമ്പോൾ വിചാരം ഓപ്പോസിറ്റ് ഇരിക്കാണ്ട് എന്താടാ എനിക്ക് എന്നാലും പറയും, രാത്രി 10 മണിക്ക് കയറി ഷൂട്ട് അത്ര പറയും, ഇല്ലേട്ടാ എടാ നീ ഇതൊക്കെ തന്നെ നീ പറഞ്ഞത് തന്നെയാണ് സാധനം, നീ വേറെ ഒന്നും പറയണ്ട മിണ്ടാണ്ടിരിക്കാൻ പറയും. അപ്പോൾ എനിക്ക് ടെൻഷൻ വരും. നമ്മളൊരു പടത്തിലൊരു ഫീലിങ്സൊക്കെ ഒക്കെ കിട്ടുമ്പോൾ അത് ചെയ്ത് നോക്കാനുള്ളൊരു ഇതൊക്കെ വയ്ക്കുമ്പോഴേ അത് തന്നെയാന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കും. ഒയ്യോ, വളരെ കൂളായിട്ട് നമ്മളെപ്പോലെ ഡയലോഗ് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്ക് പോലും ഇല്ല. അതായത് അവർക്കതറിയാം, ഇവർ ഡബ്ബിങ്ങിൽ ഇത് പക്കയായിരിക്കും. അല്ല, ചിലപ്പോൾ നമ്മൾ മിമിക്രി കളിച്ചുകൊണ്ട് ഇത്തിരി സൗണ്ടൊക്കെ കൂട്ടിക്കപ്പെടും. എന്നാലും അവരതൊക്കെ അഭിനയിച്ച് ഇത് വന്നുകൊണ്ട് അവർക്ക് കറക്റ്റ് എൻ്റെ മീറ്റർ അറിയാം. ആ മീറ്ററുള്ള ഒരു നോട്ടം മുതൽ തല തിരിച്ചു കഴിഞ്ഞാൽ ഡബ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് പറയാമെന്ന് അവർക്ക് പ്ലാനിങ് ആയിരിക്കും. ചേട്ടനൊക്കെ നല്ല സ്വഭാവമുള്ള ഒരാളുമാണ്, നല്ലൊരു നടനാണ്. അതുകൊണ്ട് വിജയരാമൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുകളിലുള്ള ആളുകളാണ്. എനിക്ക് കൂടുതൽ അതിശയം തോന്നുന്നത് മമ്മൂക്ക അനുഗ്രഹിച്ചാൽ മമ്മൂക്ക സംസാരിച്ച് മണിക്കൂറുകൾ ചെലവഴിച്ചൊരു നടനാണ്. മമ്മൂക്ക മനോജ് ഗിന്നസിന് വിളിച്ചതാണ്. അദ്ദേഹമൊക്കെ വിചാരിച്ച ഒരുപാട് പേരെ കൊണ്ടുവന്നായോണ്ട് ചോദിക്കുമോ, അദ്ദേഹമൊക്കെ ഒന്ന് നോട്ടം കൊണ്ടൊന്ന് കടാക്ഷി അതിന് നമ്മളൊന്ന് ചെല്ലണ്ടേ? ചിലവർ മമ്മൂക്കയുടെ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ പേഴ്സണൽ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വരെ ഒന്നുമില്ല. ഞാൻ എന്തെങ്കിലും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യങ്ങൾ വന്നാൽ മാത്രം, ഒരു പെരുന്നാളോ ഒക്കെ വന്നൊരു നമസ്കാരം പറയുമ്പോൾ തിരിച്ചൊരു നമസ്കാരമല്ല കഴിഞ്ഞ് എനിക്കൊന്ന് കാണാം, അല്ലെങ്കിൽ എനിക്കൊരു കഥ പറയണം, അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ പറയില്ല.
അത് ചിലപ്പോൾ നമ്മൾ അടുത്തറിയുമ്പോഴായിരിക്കും ഒരു ഇത്ര സിമ്പിളായിരുന്നു. എനിക്ക് നമുക്ക് അറിയാം, എന്നാലും പോയി ഒരു ചാൻസ് ചോദിക്കാനുള്ള ഒരു എന്താ പറയാതെ അത് എന്താ പറഞ്ഞത് എന്നോട് അപകർഷതാബോധമാണോ എന്ന് അറിയാൻ പാടില്ല. ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ, നമ്മൾ കരുതിയ ഒരാൾ, നമ്മൾ പ്രതീക്ഷിച്ച ഒരാളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ തഴയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു സങ്കടം. ഞാൻ ഒരിക്കലും ഇപ്പോൾ എല്ലാവരും പറയും ആശ കൊടുത്താലും ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയും. ഇപ്പോൾ ട്രൂപ്പിലൊക്കെ പറയുകയാണ് ചില ആർട്ടിസ്റ്റുകൾ വലിയ പിള്ളേർ വരുമ്പോൾ ചേട്ടാ എനിക്കൊരു അവസരം തരുമെന്ന് അവൻ്റെ ഇത് കാണുമ്പോൾ എനിക്കറിയാൻ പറ്റും അവനെ നമ്മുടെ ഈ പ്രൊഫഷണൽ ഇത് ചിലപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അപ്പം തന്നെ പറയും. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വിഷമം തോന്നും എങ്കിലും, പക്ഷെ അവൻ വേറെ അവസരങ്ങൾ തേടിപ്പോവും. ഞാൻ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവൻ എന്നെ നോക്കി ഇങ്ങനെ അങ്ങനെ ഒരുപാട് നോക്കി നിന്ന കഥകളൊക്കെ ഉണ്ട്. മനോഹരൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് നോക്കി നിർത്തിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ ചാർമിനാർ പടം എൻ്റെ അനിയൻ ഡയറക്റ്റ് ചെയ്തതാണ്. ചാർമിനാർ, ഫഹദിൻ്റെ മണിരത്നം, ഇതൊക്കെ എൻ്റെ അനിയൻ്റെ സ്ക്രിപ്റ്റാണ്. ആ പടത്തിലേക്കുള്ള തിക്തമായ അനുഭവങ്ങൾ എനിക്കറിയാം. ആ പടത്തിൽ സ്ക്രിപ്റ്റെല്ലാം ചെയ്ത് കാത്തിരുന്ന് ചെന്ന് ആർട്ടിസ്റ്റിനോട് കഥ പറയുമ്പോൾ എടാ ഈ ഒരു 2 വാക്ക് തിരുത്തിയിട്ട് നീ 3 മാസം കഴിഞ്ഞ് പോകാമെന്ന് പറയും. ആ 3 മാസത്തെ ഒരു കാത്തിരിപ്പ് ഒരു ഭയങ്കര ഒരു നോവാന്നുള്ളത് ഈ ആർട്ടിസ്റ്റിന് അറിയില്ല. ആ എഴുതിയവൻ ഇനി 3 മാസം വെച്ചാൽ 90 ദിവസം ഈ ഒരു ചെറിയൊരു പണിയില്ലാതെ സ്വപ്നങ്ങൾ അങ്ങനെ ചെയ്യുന്നതൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ ഒരുപാട് അറിയാം. പിന്നെ അനിയൻ്റെ കഥ തന്നെ അടിച്ചു മാറ്റി കൂടെ ഉണ്ടായിരുന്ന വണ്ടി ഓടിക്കാൻ വന്ന ആൾ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് അവൻ വേറെ പ്രൊഡ്യൂസറേയും ഡയറക്ടറേയും വെച്ച് അത് ചെയ്തിട്ടുണ്ട്. മണിരത്നം സ്റ്റോറി അങ്ങനെയാണ്. രാജുമല്യത്താണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അനിയൻ ഏകദേശം ഒരുപാട് പൈസയും പോയി, അവൻ എഴുതിയ എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. അവസാനം എഡിറ്റ് ചെയ്യാൻ അവൻ്റെ അനിയൻ ബ്രദർ എഡിറ്ററും കൂടിയാണ്. അവസാനം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ വിളിക്കേണ്ടി വന്നവർക്ക്. ഇതുപോലെ അവസരത്തിന് വേണ്ടി ഏതെങ്കിലും ഡയറക്ടർ ചെല്ലുമ്പോൾ ഇങ്ങനെ കാത്തിരിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ സിനിമയ്ക്ക് അങ്ങനെ കാത്തിരിപ്പ് ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ടെന്ന് ചിലർ പറയില്ലേ, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയില്ലേ, അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ട് എനിക്ക് എപ്പോഴെങ്കിലും പറ്റുമെന്നുള്ളത്. അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ മമ്മൂക്കായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ? ഞാനങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. അറിയും, പറഞ്ഞു കഴിഞ്ഞാൽ അറിയും. എന്നോട് കലാഭവൻ അൻസാർക്ക് പറഞ്ഞു നീ മമ്മൂക്കാനെ പോയി കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എടാ നീ പോയി കാണണം, നീ പോയി കണ്ടേ പറ്റൂന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. അല്ല, നിങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച എപ്പോഴായിരുന്നു? ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മമ്മൂക്ക വന്നപ്പോൾ സാജു പറഞ്ഞു വാ മമ്മൂക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ ഞാൻ പിന്നെ അറിയില്ലായിരിക്കും എന്നോർത്ത് ഞാൻ ഇങ്ങനെ നീങ്ങിയിരുന്നു. സാജു ആ പടത്തിൽ അഭിനയിക്കണല്ലേ, ചെന്ന് എന്നാൽ നമ്മളായിട്ടെങ്കിലും ഒതുങ്ങി വേണ്ടെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾക്ക് അവസരം തരാൻ ആർക്കും പറ്റും, പക്ഷെ അങ്ങനെ അവസരം കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങളൊരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ നടനായി മാറാൻ ചാൻസ് ഇല്ല. പക്ഷെ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി ഒരു കഥാപാത്രം തയ്യാറാക്കി ആ കഥാപാത്രത്തിന് വേണ്ടി എഴുതണം. അത് നിങ്ങൾ അഭിനയിക്കുകയാണെങ്കിലാണ് നിങ്ങളെ ഒന്ന് രജിസ്റ്ററായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ അതിലെ പോകുമ്പോൾ ഇതിലെ പോകണോ അവിടെ നിന്ന് പത്രക്കാരനെ വിളിച്ച് ചോദിക്കുന്നത് ഇതൊന്നും അല്ല. മനസ്സിൽ തട്ടുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് എഴുതി തരണം. അതാണ് സിനിമ. അപ്രോച്ച് ചെയ്യണം. മടി എന്താണെന്ന് അറിയാൻ അതെന്തെനിക്കറിയാൻ പാടില്ല. അതങ്ങനെ ലാലേട്ടനായിട്ട് ഒട്ടും ബന്ധമില്ല. കണ്ടു ഒരു പ്രാവശ്യം ടിനി ടോം എല്ലാം കൂടെ അമേരിക്കയ്ക്ക് പോയപ്പോൾ ഇവിടെ വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ ടിനി ടോം എന്നെ വിളിച്ചു, എടാ ലാലേട്ടനെ പരിചയപ്പെടാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ അങ്ങനെ ഡോറിൽ ബെല്ലടിച്ച് പിന്നെ കയ്യൊക്കെ ഇങ്ങനെ നോക്കി എന്താ പിന്നെ ഇങ്ങനെ അതെ ടിനോട് ഞങ്ങളുടെ ട്രൂപ്പിലുള്ള എവിടെ എൻ്റെ വീട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അടുത്താണ്. ശരി മോനെ ഇത്രയേ ഉള്ളൂ ലാലേട്ടനായിട്ടുള്ള ബന്ധം. ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഞങ്ങളെ വരുന്നില്ല. എല്ലാവരോടും സംസാരിക്കും, എല്ലാവർക്കും അറിയാം. പലരും ചോദിക്കും എന്നോട് എന്ത് ചേട്ടാ സിനിമ വരാത്ത ചേട്ടൻ എന്ന് പറയും. ഞാൻ പറഞ്ഞു പിന്നെ പലരുടെ ഉള്ളിൽ ഞാൻ സിനിമയ്ക്ക് പോകില്ല, സ്റ്റേജ് പരിപാടിക്കേ പോവുള്ളൂ. പിന്നെ ചിലർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സിനിമയിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ സ്റ്റേജ് പരിപാടി കാരണം സിനിമയ്ക്ക് വരില്ല, ഡേറ്റ് കൊള്ളാക്കുന്നു. ഇങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ പഴയതുപോലെ സ്റ്റേജ് പരിപാടികളൊക്കെ ഒന്നുമില്ല.